നമസ്കാരം, ADV ന്യൂസിലേക്ക് സ്വാഗതം. തഴമേൽ ചൂരക്കുളം കോളനി റോഡിന് ശാപമോക്ഷം. റോഡിന്റെ ശോച്യാവസ്ഥ ഉടൻ പരിഹരിക്കുമെന്ന് അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്. ADV ന്യൂസ് ഇമ്പാക്ട്. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ഏറമരീക്കൽ റോഡിൽ റോഡ് ഇടിഞ്ഞു താഴ്ന്ന് കുഴി രൂപപ്പെട്ടു. റോഡ് നിർമ്മാണത്തിലെ അപാകത ചൂണ്ടിക്കാട്ടി പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. പനച്ചിവിളയിൽ ജനവാസ മേഖലയിൽ മൊബൈൽ ടവർ സ്ഥാപിക്കാനുള്ള നീക്കത്തിനെതിരെ പ്രദേശവാസികൾ രംഗത്ത്. ലോക ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് അഞ്ചലിലെ വിവിധ സ്കൂളുകൾ ലഹരി വിരുദ്ധ സന്ദേശയാത്ര നടത്തി. ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്തിന്റെയും താലൂക്ക് ലീഗൽ കമ്മിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ മൊബൈൽ ലോക് അദാലത്ത് സംഘടിപ്പിച്ചു. തഴമേൽ ചൂരക്കുളം കോളനി റോഡിന് ശാപമോക്ഷം. റോഡിന്റെ ശോച്യാവസ്ഥ ഉടൻ പരിഹരിക്കുമെന്ന് അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്. ADV ന്യൂസ് ഇമ്പാക്ട്. വാർത്തകൾ വിശദമായി. അഞ്ചൽ ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാ വാരാചരണത്തിന്റെ ഭാഗമായി പുസ്തക പ്രദർശനം സംഘടിപ്പിച്ചു. പരിപാടി താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. വായനാ വാരാചരണം 2015 ഭാഗമായി അഞ്ചൽ ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുസ്തക പ്രദർശനം സംഘടിപ്പിച്ചു. വെള്ളിയാഴ്ച സ്കൂൾ ലൈബ്രറി ഹാളിൽ വെച്ച് നടന്ന പരിപാടി താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് റിട്ടയർഡ് പ്രൊഫസർ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. 1,00,000 പുസ്തകം എന്നൊക്കെ പറഞ്ഞാൽ കേരളത്തിലെ എത്ര ലൈബ്രറി കാണുമെന്ന് എനിക്കറിയില്ല. പബ്ലിക് ലൈബ്രറികളിൽ പോലും കുറവാണ്. അത്രയും ഉണ്ടെങ്കിൽ അത് സൂക്ഷിക്കേണ്ട ചുമതല നമുക്കുണ്ട്. അതിനിപ്പോൾ ഒരു തുടക്കമിട്ട ബഹുമാന്യരായ ഗുരുജനങ്ങളെ ഞാൻ നമിക്കുകയാണ്. പഠനകാലത്ത് ഒരു പുസ്തകവും ഇല്ലാതെ പഠിച്ചയാളാണ് ഞാൻ എന്ന് പറഞ്ഞാൽ പൂർണ്ണ ശരിയല്ല. MA പഠിക്കുമ്പോൾ ഒരു കേരള ശാകുന്തളം, ആറ്റൂരിൻ്റെ കേരള ശാകുന്തളം സ്വന്തമായി മേടിക്കുകയും പഠനം കഴിഞ്ഞു പോന്നപ്പോൾ മണമ്പൂക്കാരനായ വേറൊരു കൃഷ്ണൻകുട്ടിക്ക് അത് കൊടുത്തേച്ച് പോവുകയും ചെയ്യുക. വേറൊരു കൃഷ്ണൻകുട്ടിക്ക് അത് കൊടുത്തേച്ച് അയാൾക്ക് കുറേ വന്നവന് കൊടുത്തേച്ച് പോകുന്നു. അപ്പോൾ MA വരെ പഠിച്ചപ്പോൾ എനിക്ക് സ്വന്തമായിട്ടൊരു പുസ്തകവും ഇല്ലായിരുന്നു. കാരണം മുമ്പേ പറഞ്ഞതൊക്കെ അന്നത്തെ വിദ്യാഭ്യാസം അങ്ങനെയൊക്കെയാണ്. അത് നിങ്ങളോട് പറയേണ്ട, അത് ദാരിദ്ര്യക്കഥയാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നുമില്ല, അത് പറയുന്നത് ശരിയല്ല. അന്ന് അങ്ങനെ ആയിരുന്നു. പഠനകാലത്ത് പുസ്തകം മേടിക്കുന്നത് നിവൃത്തിയില്ല, വീട്ടുകാർക്ക് ബഡ്ജറ്റില്ല, വീട്ടിലും പൈസയില്ല, കൃഷി മാത്രമാണ്, ഉദ്യോഗമില്ല, സർവീസ് ഇല്ല, ഗൾഫില്ല, ഒന്നും റബ്ബറില്ല, ഒന്നും ഇല്ലാത്ത പറയുന്നത് ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കില്ല. പക്ഷെ ഇഷ്ടപ്പെട്ടതാണോ എന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് അത് ഏറ്റവും ശ്രദ്ധിച്ചെടുക്കണം. അതിന് മനസ്സും ഇന്ദ്രിയങ്ങളും തമ്മിൽ നല്ല ബന്ധം വേണം. ഇന്ദ്രിയങ്ങളിൽ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള കണ്ണ് അല്ലേ? കണ്ണ്. പക്ഷെ മൂക്ക് അങ്ങേയറ്റം ഗുണം ചെയ്യുന്ന സൈക്കോളജി പറയുന്നു. സൈക്കോളജിയിൽ അവർ സമ്മതിക്കുന്ന കണ്ണിനേക്കാൾ പവർഫുൾ മൂക്കിനാണ്, ഗന്ധത്തിനാണെന്നാണ്. എന്താ അതിൻ്റെ സയൻസ് വേറെ. ഞാൻ അങ്ങോട്ടൊക്കെ പോയാൽ വേറെ കാട് കയറിപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഒരു വാക്കിന് ഒരർത്ഥമേ ഉള്ളൂ, ബാക്കിയെല്ലാം അതിൻ്റെ അർത്ഥ ഉൽപ്പന്നങ്ങളാണ്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ ആൾക്ക് വേണ്ടി ഇയാൾ ജീവൻ കൊടുക്കാൻ തയ്യാറായിരിക്കണം. അങ്ങനെ ആരെങ്കിലും ഉണ്ടാവുമോ? അങ്ങനെയുള്ള ഒരാളെ ലോകത്തിലുള്ളത് യേശുക്രിസ്തുവാണ്. അതുകൊണ്ടാണ് സ്നേഹത്തിന്റെ പ്രതീകമായിട്ട് അദ്ദേഹത്തെ പറയുന്നത്. നിങ്ങൾ ആരെങ്കിലും വേറൊരാളെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് ഈ അർത്ഥത്തിന്റെ ഒരു 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 കടുകിടെയെങ്കിലും ഉണ്ടോ? നമ്മൾ ആരെങ്കിലും പറയുന്നതിനകത്തുണ്ടോ? ഇല്ലേ ഇല്ല. അപ്പോൾ സ്നേഹം എന്ന വാക്ക് ഉപയോഗിക്കാൻ നമ്മൾ ആരും തൽക്കാലം യോഗ്യരല്ല. സ്കൂൾ PTA പ്രസിഡന്റ് A. ഷാജഹാൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മലയാളം അധ്യാപിക സൂസൻ എബ്രഹാം സ്വാഗതം പറഞ്ഞു. HM ഇൻചാർജ് ചാക്കോ മത്തായി, പ്രിൻസിപ്പൽ ഉഷ, VHSE പ്രിൻസിപ്പൽ മഞ്ജുഷ, NSS പ്രോഗ്രാം ഓഫീസർ ജയകുമാർ, K. അനസ് ബാബു തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. P. സുധാകുമാരി കൃതജ്ഞത രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. തഴമേൽ ചൂരക്കുളം കോളനി റോഡിന് ശാപമോക്ഷം. റോഡിന്റെ ശോച്യാവസ്ഥ ഉടൻ പരിഹരിക്കുമെന്ന് അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ADV ന്യൂസിനോട് പറഞ്ഞു. ചെളിക്കുണ്ടും കുഴികളും നിറഞ്ഞ തഴമേൽ ചൂരക്കുളം കോളനി റോഡിന്റെ ദുരവസ്ഥ ADV ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. നൂറുകണക്കിന് കുടുംബങ്ങളുടെ ആശ്രയമായ റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ നടപടി സ്വീകരിക്കുമെന്നും
ജില്ലാ പഞ്ചായത്ത് റോഡിനായി 10 ലക്ഷം രൂപ അനുവദിച്ചതായും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും വാർഡ് മെമ്പറുമായ ഗിരിജ തമ്പി ADV ന്യൂസിനോട് പറഞ്ഞു. എൻ്റെ വാർഡിൻ്റെ 14ാം വാർഡിൻ്റെ ഒരു വാർത്ത എനിക്ക് കഴിഞ്ഞ ദിവസം കാണാൻ പറ്റി. പക്ഷേ അതിൻ്റെ സത്യാവസ്ഥ അതൊന്നുമല്ല. ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിൻ്റെ 10 ലക്ഷം രൂപ അവിടെ അനുവദിച്ച് കിടക്കുകയാണ്. അനുവദിച്ച് കിടക്കുന്നത് ടെൻഡർ എടുത്തിട്ടേക്കുവാണ്. ടെൻഡർ വന്ന് ആൾ വന്ന് സാധനം ഇറക്കി, മെറ്റീരിയൽസ് എല്ലാം ഇറക്കി ഇട്ടേക്കുവാണ്. അത് ഒരാഴ്ചയ്ക്കകം ചെയ്യാൻ പറഞ്ഞ് അവരിങ്ങനെ നീട്ടിക്കൊണ്ട് പോയി. മഴ ആയതുകൊണ്ടാണ് ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്നതെന്നാണ് അവർ പറയുന്നത്. പക്ഷേ നമ്മൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റും ജില്ലാ മെമ്പറും ഞാനും എല്ലാവരും കൂടെ സംസാരിച്ചിട്ടിരിക്കും. ഒരാഴ്ചയ്ക്കകം ചെയ്യാമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് ആ റോഡ് ചെയ്ത് തീർക്കും. പിന്നെ എല്ലാവരുടെയും ഒരു പരാതിയോടെ ഓട്ടോ പോലും കയറുന്നില്ല. ഞാനും പോകുന്ന വണ്ടി കൊണ്ടൊക്കെ പോകുന്നതാണ്. എനിക്കും അത് ബുദ്ധിമുട്ടാണെന്നറിയാം. എത്രയും പെട്ടെന്ന് ചെയ്യാനാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. എത്രയും പെട്ടെന്ന് ചെയ്ത് തീർക്കും. മഴക്കാലമായതിനാലാണ് റോഡ് പണി വൈകുന്നതെന്നും എത്രയും വേഗം പണികൾ ആരംഭിക്കാൻ കഴിയുമെന്നും ഗിരിജ തമ്പി കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ഏറം അരീക്കൽ റോഡിൽ ഏറം ഗവൺമെന്റ് LP സ്കൂളിന് സമീപം റോഡ് ഇടിഞ്ഞു താഴ്ന്നു കുഴി രൂപപ്പെട്ടു. റോഡ് നിർമ്മാണത്തിലെ അപാകത ചൂണ്ടിക്കാട്ടി പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി. നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന ഏറം ചോരനാട് പാതയിലാണ് ഈ കാഴ്ച. പുലർച്ചെ 8 മണിയോടെ റോഡിൽ കുഴി രൂപപ്പെടുകയായിരുന്നുവെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഏറം LPSനു താഴെ തോടിന് കുറുകെ നിർമ്മിച്ച കലുങ്കിൽ റോഡ് പണി നടന്നപ്പോൾ ആവശ്യത്തിന് മണ്ണിട്ട് നികത്താഞ്ഞതാണ് റോഡ് ഇടിഞ്ഞു താഴാനിടയായത് എന്ന് ഒരു പ്രദേശവാസി പറഞ്ഞു. ഏറം ചോരനാട് റൂട്ടിൽ ചോരനാട് വഴി പോകുന്ന റൂട്ടാണ്. ശ്രീരാഗം ബസ് സർവീസ് ഉള്ളതാണ്. ഇന്ന് രാവിലെ ഇത് ഇടിഞ്ഞു വീണതാണ്. രാവിലെ 8 മണിയാക്കിയോടുകൂടിയാണ് ഇടിഞ്ഞു വീണത്. അതിൽ നമ്മൾ അടുത്ത സ്ഥലത്തെ വീട്ടിലുള്ളതാണ്. ഇവിടെ കമ്പെടുത്ത് കുത്തിയായിരുന്നു. പിന്നെ പാർട്ടിക്കാരൊന്ന് കൊടിയും കുത്തിയിട്ടുണ്ട്. ഇത് 3 വർഷത്തിന് മുമ്പിട്ട് ഇടിഞ്ഞിരിക്കുന്നത്. നേരത്തെ കുഴിയായിട്ട് കിടന്നപ്പോഴത്തേക്ക് അവരുടെ അടുത്ത് ഇവിടെ മെയിൻ്റനൻസ് ഇപ്പം ചെയ്തപ്പോൾ കുഴിയായിട്ട് കിടക്കുമായിരുന്നെന്ന് പറഞ്ഞിട്ട് തന്നെ അവർ അതിൻ്റെ മീതെ കൂടെ ചാർ ചെയ്ത് പോയതാണ്. പോയിട്ടില്ല. ഇടിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ഇങ്ങനെ ഒരു ആട്ടോ പോയപ്പോഴത്തേക്ക് കണ്ട് അങ്ങനെ പറഞ്ഞു. നമ്മുടെ അടുത്ത് പറഞ്ഞപ്പോഴാണ് അതെടുത്ത് കുത്തിയത്. രാഷ്ട്രീയക്കാർ ഇടപെട്ട് കൊടി കുത്തിയേക്കുക. ഇത് ഇതുവരെ ആരും വന്നിട്ടില്ല. പാർട്ടിക്കാർ വന്ന് നോക്കിയിട്ട് പോയി. ഈ സമയം വാഹനങ്ങളൊന്നും തന്നെ ഇടിഞ്ഞു താഴ്ന്ന ഭാഗത്തു കൂടി കടന്നു പോകാഞ്ഞത് ഒരു വൻ ദുരന്തം തന്നെ ഒഴിവാക്കി. മാത്രമല്ല വളവിന് സമീപത്തായതിനാൽ അധികമാരും ശ്രദ്ധിക്കുകയുമില്ല. രാഷ്ട്രീയ പാർട്ടികൾ അപകട സൂചകമായി കുത്തിയ കൊടി മാത്രമാണ് അപകട മുന്നറിയിപ്പായി ഉള്ളത്. സംഭവം നടന്ന് ഉച്ചയോടടുത്തിട്ടും ബന്ധപ്പെട്ട അധികൃതർ ആരും തന്നെ സ്ഥലത്തെത്താഞ്ഞതും ജനരോഷം ശക്തമാക്കാനിടയായി. മാനദണ്ഡങ്ങൾ പാലിക്കാതെയുള്ള റോഡ് പണിയാണ് ഇത്തരം സംഭവങ്ങൾ വീണ്ടും ആവർത്തിക്കപ്പെടാൻ ഇടയാക്കുന്നത്. ഇതിനു മുൻപും ഇവിടെ ടാർ ഇളകുകയും എന്നാൽ PWD ഇവിടെ മാനദണ്ഡങ്ങൾ പാലിക്കാതെ ടാർ ചെയ്യുകയും മാത്രമാണ് ഉണ്ടായത്. വർഷങ്ങളായി സർവീസ് നടത്തുന്ന ശ്രീരാഗം എന്ന ബസ് സംഭവ സമയത്ത് ഇതിലേക്ക് കടന്നുപോകാഞ്ഞതും ഒരു വൻ ദുരന്തം തന്നെ ഒഴിവാക്കാൻ സാധിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പനച്ചവിളയിൽ മൊബൈൽ ടവർ സ്ഥാപിക്കാനുള്ള നീക്കത്തിനെതിരെ പ്രദേശവാസികൾ രംഗത്ത്. ടവർ സ്ഥാപിക്കുന്നതിനെപ്പറ്റി യാതൊരു വിവരവുമില്ലെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ മറുപടി. പനച്ചവിളയിൽ സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ ടവർ സ്ഥാപിക്കുന്നതിനെതിരെ പ്രദേശവാസികൾ രംഗത്ത്. മൊബൈൽ ടവർ വരുന്നു എന്ന വാർത്ത അറിഞ്ഞത് മുതൽ എന്തു ചെയ്യണമെന്നറിയാതെ ഭീതിയിലാണ് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇവിടെ ടവർ വന്നാൽ നിരവധി ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന് ഒരു പ്രദേശവാസി ADV ന്യൂസിനോട് പറഞ്ഞു. വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ റേഡിയേഷൻ നിന്ന് പല രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനാൽ ഞങ്ങൾ ഈ പ്രദേശവാസികളെല്ലാം കൂടി പരാതി എഴുതി ഒപ്പ് ശേഖരിച്ച് പഞ്ചായത്തിൽ അപേക്ഷ കൊടുക്കാൻ ഉള്ള നടപടി തുടർന്നു കൊണ്ടിരിക്കുകയാണ്. ഇത് തടയാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ്. നമ്മൾ അറിഞ്ഞത് ഇന്നാണ്. മെമ്പർ പറഞ്ഞാണ്, ആരെ അറിയിച്ചില്ല. ഇത് പഞ്ചായത്തിൽ നിന്ന് നമ്മുടെ മെമ്പർ സെക്രട്ടറി അറിയിപ്പിച്ചാണ്. വൈസ് പ്രസിഡന്റ് ആരും വന്നില്ല. 4 പേര് ഇവിടെ വന്നിട്ട് നമ്മൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് സർവേ എടുക്കാൻ വന്നതാണെന്നാണ് പറഞ്ഞത്. അത് പറഞ്ഞില്ല. ടവറിൻ്റെ കാര്യമൊന്നും പറഞ്ഞില്ല. നമ്മുടെ പഞ്ചായത്തിലെ ഈ വാർഡ് മെമ്പറാണ് നമ്മളെ അറിയിപ്പിച്ചത് ഇന്നലെ. നമ്മൾ ഇതിനോട് യോജിപ്പില്ല. ഈ ടവറിനോട് കൂടി യോജിപ്പില്ല. ഇവിടെ ഇതിൻ്റെ ഒരു ആവശ്യമില്ല. വയ്യാത്ത കുട്ടികളൊക്കെ താമസിക്കുന്നു. സുഖമില്ലാത്ത ന്യൂറോ പേഷ്യൻസായ കുട്ടികൾ എല്ലാം ഉണ്ട്. ഹാർട്ടിന് പ്രോബ്ലം ഉള്ളവരുണ്ട്. ടവർ വരുന്നതിനെപ്പറ്റി പ്രദേശവാസികൾ അറിയും മുൻപ് തന്നെ ബന്ധപ്പെട്ട അധികൃതർ മണ്ണിന്റെ സാമ്പിൾ എടുക്കാൻ വന്നതാണ് എന്ന വ്യാജേന സ്ഥലം സന്ദർശിച്ചതായും പ്രദേശവാസികൾ ആരോപിക്കുന്നുണ്ട്.
ഇതിനെപ്പറ്റി അന്വേഷിക്കാൻ ഇടമുളയ്ക്കൽ പഞ്ചായത്തിൽ ചെന്ന ഞങ്ങൾക്ക് കിട്ടിയ മറുപടി ഒട്ടും തൃപ്തികരമായിരുന്നില്ല. പഞ്ചായത്ത് പ്രസിഡന്റ് വി ജയശ്രീയോട് കാര്യം തിരക്കിയപ്പോൾ ടവർ വരുന്നതിനെപ്പറ്റി ഒന്നും തന്നെ അറിയില്ല എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ മറുപടി. ഫ്രണ്ട് ഓഫീസ് വഴിയായിരിക്കും അപേക്ഷ കൊടുത്തിട്ടുള്ളത്. പഞ്ചായത്ത് ഞങ്ങൾ ഇത് അനുവദിക്കണമെങ്കിൽ തന്നെ പഞ്ചായത്ത് കമ്മിറ്റി കൂടി ഇതിനെക്കുറിച്ച് എല്ലാം ആലോചിച്ചതിന് ശേഷം മാത്രമേ ചെയ്തുള്ളൂ. അവര് ടവറിന്റെ ആൾക്കാരാണോ അളക്കൊക്കെ ചെയ്തെന്ന് പറഞ്ഞിട്ട് നാട്ടുകാർ എന്നാണ് അറിയാൻ പറ്റിയത്. ഇവിടെ ഓഫീസിൽ നിന്ന് രാവിലെ പരാതി ഞാനിപ്പോ വിളിച്ച് അന്വേഷിക്കാം. നമ്മളിപ്പോഴേ അതാണ് പറഞ്ഞ ഇപ്പോഴാണ് നമ്മുടെ ശ്രദ്ധയിൽ ഇത് പെട്ടിട്ടുള്ളത്. അപ്പൊ തന്നെ ഞാൻ അന്നേരം അതിന്റെ ഓഫീസിൽ വിളിച്ച് ആരാണ് അതിന്റെ പോയത് എങ്ങനെയാണെന്നുള്ള കാര്യം അന്വേഷിക്കാം. എന്നാൽ പഞ്ചായത്ത് സെക്രട്ടറി പ്രതാപചന്ദ്രപിള്ളയ്ക്ക് ടവറിനെ പറ്റി അറിയാമെന്നും പ്രദേശവാസികൾക്ക് പരാതി ഉണ്ടെങ്കിൽ അത് ആലോചിച്ചു മാത്രമേ തീരുമാനമെടുക്കുകയുള്ളൂ എന്നും സെക്രട്ടറിയും അറിയിച്ചു. അപേക്ഷയുടെ പ്രകാരം കാര്യങ്ങൾ പോയി പരിശോധിച്ചു. ഓഫീസിലല്ലേ വരുന്നത്. അപേക്ഷ കിട്ടിയിട്ടേ ഉള്ളൂ. അപേക്ഷ കിട്ടിയിട്ട് ഒരാഴ്ചയല്ലേ 10 ദിവസം. പ്രദേശവാസികൾ എല്ലാവരോടും ഒന്നാണെന്ന് പറയാൻ പറ്റുന്ന തീരുമാനം പഞ്ചായത്തിന്റെ തലപ്പത്തിരിക്കുന്ന പ്രസിഡന്റിന് തന്റെ പഞ്ചായത്തിൽ നടക്കുന്നതിനെ പറ്റി ഒരു അറിവുമില്ല എന്ന വസ്തുതയാണ് ഇതുവഴി ചൂണ്ടിക്കാട്ടാൻ സാധിക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റിനാണോ അതോ സെക്രട്ടറിക്കാണോ ഇടമുളയ്ക്കൽ പഞ്ചായത്തിൽ മേൽക്കോയ്മ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റിന് തന്റെ മൂക്കിന് താഴെ നടക്കുന്ന സംഭവങ്ങളെപ്പറ്റി ഒരു അറിവുമില്ല എന്ന വസ്തുത പഞ്ചായത്തിന് തന്നെ നാണക്കേടുണ്ടാക്കുന്നതാണ്. തുടർന്ന് പ്രദേശവാസികൾ ഒന്നടങ്കം ഒപ്പിട്ട പരാതി പഞ്ചായത്തിന് മുൻപാകെ സമർപ്പിച്ചു. ഈ പ്രശ്നത്തിൽ വ്യാപക പ്രതിഷേധമുയർന്നതിനെ തുടർന്ന് ഇതിനെതിരെ അധികാരികൾ എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് കാത്തിരിക്കുകയാണ് പ്രദേശവാസികൾ. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് അഞ്ചൽ വെസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും അഞ്ചൽ ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും ലഹരി വിരുദ്ധ സന്ദേശയാത്ര നടത്തി. ലഹരി വസ്തുക്കളുടെ ഉപഭോഗം തടയുന്നതിനായി ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നു. ഇതിന്റെ ഭാഗമായി അഞ്ചൽ വെസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും ലഹരി വിരുദ്ധ സന്ദേശയാത്ര സംഘടിപ്പിച്ചു. ഈസ്റ്റ് സ്കൂളിൽ സംഘടിപ്പിച്ച സന്ദേശയാത്രയ്ക്ക് അഞ്ചൽ SI മനോജ് ഫ്ളാഗ് ഓഫ് ചെയ്തു. നിരവധി വിദ്യാർത്ഥികളാണ് ആവേശമുണർത്തുന്ന ലഹരി വിരുദ്ധ സന്ദേശങ്ങളുമായി അഞ്ചൽ പട്ടണത്തിലൂടെ കടന്നുപോയത്. JRCയുടെയും മഹനീയ സാന്നിധ്യം റാലിയിൽ ശ്രദ്ധേയമായി. അഞ്ചൽ വെസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും സന്ദേശയാത്ര സംഘടിപ്പിച്ചു. JRC, സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ്സ് എന്നിവർ പങ്കെടുത്ത സന്ദേശയാത്ര ചന്തമുക്കിൽ വിദ്യാർത്ഥികളുടെ മുദ്രാവാക്യങ്ങൾ ഉയർത്തി തിരിച്ച് സ്കൂളിൽ സമാപിച്ചു. ആരോഗ്യപരമായും സ്കൂൾ ഹെഡ് മാസ്റ്റർ സുരേഷ്, PT ടീച്ചർ സാറാമ്മ, യോപ്പച്ചൻ, സതീഷ്, അഭിലാഷ്, ബിജു തുടങ്ങിയവർ സന്ദേശയാത്രയ്ക്ക് നേതൃത്വം നൽകി. കലാലയങ്ങളിൽ ലഹരി ഉപഭോഗം വർദ്ധിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇത്തരം ലഹരി വിരുദ്ധ ദിനങ്ങൾക്ക് ഏറെ പ്രാധാന്യമുണ്ട്. ലഹരി വസ്തുക്കളെ പൂർണ്ണമായും ഒഴിവാക്കി ഒരു നല്ല തലമുറയെ വാർത്തെടുക്കാനുള്ള ഉത്തരവാദിത്തം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ഹരിശ്രീ ലഹരി മോചന ചികിത്സാ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ലഹരി മോചന പരിപാടിയുടെ സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം കേരള ഗാന്ധി സ്മാരക നിധി വർക്കിംഗ് ചെയർമാൻ ഡോക്ടർ N രാധാകൃഷ്ണൻ നിർവഹിച്ചു. ചടയമംഗലം ഹരിശ്രീ ലഹരി മോചന ചികിത്സാ കേന്ദ്രത്തിന്റെയും ആർട്ട് ഓഫ് ലിവിംഗ് ജില്ലാ യൂണിറ്റിന്റെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ലോക ലഹരി വിരുദ്ധ വാരാചരണം സമാപിച്ചു. ചടയമംഗലം ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത്, എക്സൈസ് വകുപ്പ്, ജനശ്രീ കുടുംബശ്രീ, ഉപഭോക്തൃ സംഘടന, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ, ലയൺസ് ക്ലബ്ബ്, വിവിധ സ്കൂളുകൾ, സാമൂഹിക സാംസ്കാരിക സംഘടനകൾ എന്നിവയുടെ സഹകരണത്തോടെയാണ് ഒരാഴ്ച നീണ്ടുനിന്ന പരിപാടി സംഘടിപ്പിച്ചത്. ചടയമംഗലം MGHSSൽ നടന്ന സമാപന സമ്മേളനം കേരള ഗാന്ധി സ്മാരക നിധി വർക്കിംഗ് ചെയർമാൻ ഡോക്ടർ N രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു.
മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്കറിയാം, ഈ ലഹരി ഉപയോഗം കൊണ്ട് നമ്മുടെ സമൂഹത്തിൽ, ലോകത്തിൽ ആകമാനം ധാരാളം വിപത്തുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ലോകം ഒരുമിച്ച് ലഹരിയിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ള ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ ലഹരി മോചന ദിനമായി ആചരിക്കുവാൻ വേണ്ടി തയ്യാറായിരിക്കുന്നത്. നമ്മുടെ കുടുംബ ജീവിതങ്ങളിലൊക്കെ നമ്മുടെ കുട്ടികൾക്ക് നേരത്തെ സാറ് സൂചിപ്പിച്ച പോലെ മനസ്സിലാക്കുവാൻ ധാരാളം അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സ്കൂൾ വികസന സമിതി ചെയർമാൻ കെ ശിവദാസൻ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ വികസന സമിതി കൺവീനർ ജെ ഷംസുദ്ദീൻ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് ഡോക്ടർ സൈഫുദ്ദീൻ, പത്രപ്രവർത്തക അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് സുരേന്ദ്രൻ, ചടയമംഗലം പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ഷൈജു, കെ എസ് ഹരിജ, അധ്യാപകനായ ബിജു എന്നിവർ പ്രസംഗിച്ചു. ചടയമംഗലം ഹരിശ്രീ ആശുപത്രി, തേവന്നൂർ GHSS, നിലമേൽ MMHSS, വെള്ളൂപ്പാറ ഗവൺമെന്റ് UPS, പോരേടം VVHSS എന്നിവിടങ്ങളിലാണ് ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിച്ചത്. സമാപന സമ്മേളനത്തോടനുബന്ധിച്ച് നടത്തിയ ലഹരി വിരുദ്ധ റാലിയിൽ വിവിധ വകുപ്പുകളിലെ ജീവനക്കാരും വിദ്യാർത്ഥികളും അധ്യാപകരും ഉൾപ്പെടെ നൂറുകണക്കിന് പേർ പങ്കെടുത്തു. പാൻ മസാല തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ വ്യക്തികളെയും കുടുംബങ്ങളെയും ആരോഗ്യകരമായും സാമ്പത്തികമായും സാമൂഹികമായും സാംസ്കാരികമായും നശിപ്പിക്കുന്ന സാമൂഹ്യ വിപത്താണ്. ന്യൂസ് ബ്യൂറോ, ചടയമംഗലം. ADV ന്യൂസിൽ ഇനിയൊരു ഇടവേള. ശതമാനം 916 ഹോൾമാർക്ക് പ്യൂരിറ്റിയോടെ മഞ്ഞളി ജ്വല്ലേഴ്സ്. അഞ്ചൽ വെസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹിന്ദി ക്ലബിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഭാരതീയ സംസ്കാരത്തിന്റെ വിവിധ മേഖലകളുടെ ഫോട്ടോ പ്രദർശനം സംഘടിപ്പിച്ചു. അഞ്ചൽ വെസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹിന്ദി ക്ലബിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഭാരതീയ സംസ്കാരത്തിന്റെ വിവിധ മേഖലകളുടെ ഫോട്ടോ പ്രദർശനം സ്കൂൾ അങ്കണത്തിൽ സംഘടിപ്പിച്ചു. ഇന്ന് വെസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹിന്ദി ക്ലബിൻ്റെ ഉദ്ഘാടനം നടന്ന ദിവസമാണ്. ബഹുമാനപ്പെട്ട HM സുരേഷ് സാറ് നമ്മുടെ ക്ലബിൻ്റെ ഉദ്ഘാടനം രാവിലെ നിർവഹിച്ചു. ഇനി കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഭാരതീയ സംസ്കാരത്തിൻ്റെ വിവിധ മേഖലകളെ ആസ്പദമാക്കിയുള്ള ഒരു ചിത്ര പ്രദർശനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹിന്ദിയുടെ മാത്രമല്ല, മറ്റ് എല്ലാ വിഭാഗത്തിലുള്ള ക്ലബ്ബുകളുടെയും ആഭിമുഖ്യത്തിൽ ഈ വർഷം മുഴുവൻ വിവിധങ്ങളായ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. കുട്ടികൾക്കും അത്യാവശ്യം ചില പ്രത്യേക സന്ദർഭങ്ങളിൽ പൊതുജനങ്ങൾക്കും ഈ പ്രദർശനം കാണുന്നതിനും അതിനെപ്പറ്റി വിലയിരുത്തുന്നതിനും ഉള്ള അവസരം സ്കൂളിൻ്റെ ഭാഗത്തു നിന്ന് ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ സംരംഭങ്ങൾ ഏറ്റെടുത്ത് നടത്തുക എന്നുള്ളത് ഇവിടുത്തെ ഓരോ കർമ്മനിരതരായ അധ്യാപകരുടെയും ക്ലബ് അംഗങ്ങളുടെയും കൂട്ടായ ഒരു ഉത്തരവാദിത്വത്തിൻ്റെയും കടമയുടെയും ഭാഗമായി നമ്മളതിനെ കാണുന്നു. വിദ്യാർത്ഥികൾക്ക് ഏറെ പ്രയോജനപ്രദമായ രീതിയിലാണ് പ്രദർശനം സംഘടിപ്പിച്ചത്. കേരളം ഉൾപ്പെടെ ഇന്ത്യയുടെ 28 സംസ്ഥാനങ്ങളിലെ നൃത്തം, മഹാത്ഭുതങ്ങൾ തുടങ്ങിയവ ഫോട്ടോ പ്രദർശനത്തിലുണ്ടായിരുന്നു.
തുടർന്നും നിരവധി പ്രവർത്തനങ്ങൾ ഹിന്ദി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് ഹിന്ദി ക്ലബ് ഹെഡായ വേണു സാർ പറഞ്ഞു. ഇന്ന് ഹിന്ദി ക്ലബിൻ്റെ ഉദ്ഘാടനം നടന്ന ദിവസമാണ്. അപ്പോൾ ആ ഉദ്ഘാടനത്തിനോടനുബന്ധിച്ചാണ് നമ്മൾ ഭാരതീയ സംസ്കാരത്തിൻ്റെ വിവിധ മേഖലകളെ നമ്മുടെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു ഫോട്ടോ പ്രദർശനം നടത്തിയത്. അടുത്ത മാസം ഞങ്ങൾ ഇട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട പരിപാടി ഹിന്ദി സാഹിത്യത്തിലെ പ്രധാന സാഹിത്യകാരന്മാരെയും അവരുടെ പ്രധാനപ്പെട്ട രചനകളെയും കുട്ടികൾക്കും ഒപ്പം തന്നെ താല്പര്യമുള്ള പൊതുജനങ്ങൾക്കും പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി സാഹിത്യകാരന്മാരെയും പുസ്തകങ്ങളെയും പ്രദർശിപ്പിക്കുന്ന ഒരു പുസ്തക പ്രദർശനമാണ് അടുത്ത മാസം ഞങ്ങൾ വെസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹിന്ദി ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്താൻ ഉദ്ദേശിക്കുന്നത്. അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും കൂട്ടായ പരിശ്രമം ക്ലബിന്റെ ആദ്യ പ്രവർത്തനത്തിൽ തന്നെ ഉണ്ടായിരുന്നു. വിദ്യാർത്ഥികൾക്കും പുറത്തുള്ളവർക്കും പ്രദർശനം കാണാൻ അവസരമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്തിന്റെയും താലൂക്ക് ലീഗൽ കമ്മിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ മൊബൈൽ ലോക് അദാലത്ത് സംഘടിപ്പിച്ചു. കോടതിയിലും പോലീസ് സ്റ്റേഷനിലും നിലനിൽക്കുന്നതും അല്ലാത്തതുമായ കേസുകൾക്ക് ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്തിൽ വെച്ച് മൊബൈൽ അദാലത്ത് സംഘടിപ്പിച്ചു. താലൂക്ക് ലീഗൽ കമ്മിറ്റിയുടെയും ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്തിന്റെയും ആഭിമുഖ്യത്തിലാണ് അദാലത്ത് സംഘടിപ്പിച്ചത്. റിട്ടയർഡ് ജഡ്ജ് ഇന്ദുലേഖ, അഡ്വക്കേറ്റ് രേഷ്മ പ്രകാശ്, ഷിബു എന്നിവർ അദാലത്തിന് നേതൃത്വം വഹിച്ചു. പഞ്ചായത്തിന്റെ പരിധിയിൽപ്പെട്ട നിരവധി ആളുകളാണ് അദാലത്തിൽ പരാതികൾ സമർപ്പിച്ചത്. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 വരെയാണ് പരാതികൾ തീർപ്പാക്കാനായി സമയം അനുവദിച്ചിരുന്നത്. കോടതികളിലും പോലീസ് സ്റ്റേഷനിലും തീർപ്പാകാത്ത നിരവധി കേസുകൾക്ക് അദാലത്ത് വഴി വെള്ളിയാഴ്ച പരിഹാരം കാണാൻ സാധിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഏറമരീക്കൽ റോഡിൽ റോഡ് ഇടിഞ്ഞു താഴ്ന്ന് കുഴി രൂപപ്പെട്ടു. റോഡ് നിർമ്മാണത്തിലെ അപാകത ചൂണ്ടിക്കാട്ടി പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. പനച്ചിവിളയിൽ ജനവാസ മേഖലയിൽ മൊബൈൽ ടവർ സ്ഥാപിക്കാനുള്ള നീക്കത്തിനെതിരെ പ്രദേശവാസികൾ രംഗത്ത്. ലോക ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് അഞ്ചലിലെ വിവിധ സ്കൂളുകൾ ലഹരി വിരുദ്ധ സന്ദേശയാത്ര നടത്തി. ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്തിന്റെയും താലൂക്ക് ലീഗൽ കമ്മിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ മൊബൈൽ ലോക് അദാലത്ത് സംഘടിപ്പിച്ചു. തഴമേൽ ചൂരക്കുളം കോളനി റോഡിന് ശാപമോക്ഷം. റോഡിന്റെ ശോച്യാവസ്ഥ ഉടൻ പരിഹരിക്കുമെന്ന് അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ADV ന്യൂസ് ഇംപാക്ട്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. ADV ന്യൂസിൽ വാർത്തകൾ കാണാം രാവിലെ 7:30, ഉച്ചയ്ക്ക് 12:30, വൈകിട്ട് 4:30, രാത്രി 10. ലോകത്തെവിടെ നിന്നും ADV ന്യൂസ് കാണുന്നതിന് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.